തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ മോഷണം നടന്ന കടയൽ മുടമ്പ് ദേവീക്ഷേത്രത്തിൽ ഫോറൻസിക് സംഘവും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തുകയാണ്. അമ്പലത്തിന്റെ പ്രധാന വാതിൽ, തിടപ്പള്ളി ഓഫീസ് എന്നിവിടങ്ങളിൽ പൂട്ടുപൊളിച്ചാണ് മോഷണം നടന്നിരിക്കുന്നത്. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. അഞ്ജു ജയപ്രകാശ് കൂടുതൽ വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം ചേരുകയാണ്. അഞ്ജു, ആ ക്ഷേത്രത്തിലാണ് ഉള്ളതെന്ന് മനസ്സിലാക്കുന്നു. എപ്പോഴാണ് പരിശോധന ആരംഭിച്ചത്? എന്തെങ്കിലും സൂചനകൾ ഉണ്ടോ അഞ്ജു ഇപ്പോൾ? ബിനിൽ, അല്പസമയം മുമ്പാണ് ഡോഗ് സ്ക്വാഡും ഒപ്പം തന്നെ ഫോറൻസിക് സംഘവും ക്ഷേത്രത്തിലേക്ക് എത്തിയത്. ഇത് വട്ടിയൂർക്കാവ് കടയൽ മുടമ്പ് ദേവീക്ഷേത്രമാണ്. ഇന്നലെ രാത്രിയാണ് ഇവിടെ മോഷണം നടന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സ്വർണം, CCTV ക്യാമറയുടെ DVR, കാണിക്കവഞ്ചി, പണമടക്കം എല്ലാം മോഷ്ടിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും അമ്പലത്തിലെ വാതിൽ, തിടപ്പള്ളി ഓഫീസ് എന്നിവിടങ്ങളിലെ പൂട്ട് പൊളിച്ചാണ് ഈ മോഷണം നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ ആളുകളൊക്കെ ക്ഷേത്രത്തിന് മുൻപിൽ ഒത്തുകൂടിയിട്ടുണ്ട്. ഈ പ്രദേശവാസികളൊക്കെ ക്ഷേത്രത്തിലെ CCTV അടക്കം CCTVയുടെ DVR അടക്കം കൊണ്ടുപോയതിനാൽ ഇനി പുറത്തുള്ള ദൃശ്യങ്ങൾ വേണം പോലീസിന് പരിശോധിക്കാൻ. എന്തായാലും ക്ഷേത്ര ഭാരവാഹി ഉൾപ്പെടെ നമുക്കൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, ഇതെപ്പോഴാണ് സംഭവിച്ചത്? ഇന്നലെ രാത്രി ആവാനാണ് കൂടുതലും ചാൻസ്. കാരണം ഇന്ന് രാവിലെ നമ്മൾ ശ്രീകാര്യക്കാരൻ വന്ന് നട തുറന്നപ്പോഴാണ് ഇത് അറിയുന്നത്. അപ്പോൾ പുള്ളി ഉടനെ എന്നെ വിളിച്ചു. ഞാനും ബാക്കിയുള്ള ആൾക്കാരെ ഞാൻ വന്ന് നോക്കിയപ്പോൾ ആദ്യം നോക്കുന്നത് നമ്മളെ കമ്മിറ്റി ഓഫീസിലാണ്. അപ്പോൾ അതിൻ്റെ ലോക്കർ അത് തുറന്ന് കിടക്കുന്നു. ലോക്കർ അലമാരയെല്ലാം തുറന്ന് കിടക്കുമായിരുന്നു. അതിനകത്തുനിന്ന് കുറച്ച് സ്വർണം അതിനകത്തുണ്ടായിരുന്നു, കുറച്ച് ക്യാഷ് ഉണ്ടായിരുന്നു. അത് അതിനകത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ വന്ന് നോക്കിയപ്പോൾ തിടപ്പള്ളി, ശ്രീകോവിൽ ആദ്യം നോക്കിയില്ല. നമ്മൾ തിടപ്പള്ളി നോക്കി. അത് കഴിഞ്ഞ് ക്യാമറയിൽ കിട്ടുമല്ലോ ഇതിൻ്റെ എന്താണെന്ന് അറിയാൻ വേണ്ടി ഒന്ന് പെട്ടെന്ന് വന്ന് ക്യാമറ റൂം നോക്കിയപ്പോൾ ക്യാമറയുടെ DVR ഉൾപ്പെടെ നഷ്ടപ്പെട്ടിരിക്കുന്നതായിട്ട് കണ്ടു. ഉടൻ തന്നെ നമ്മൾ പോലീസ് സ്റ്റേഷനെ അറിയിച്ചു. അവർ വന്നു. അവരുടൻ തന്നെ 2 പേര് വന്ന് എല്ലാം ഒന്ന് നോക്കിയിട്ട് നമ്മുടെ അടുത്ത് ഒന്ന് തുടരുത് എന്ന് പറഞ്ഞിട്ട് പോയി. ഇപ്പോൾ വന്ന് ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ നിങ്ങൾ കാണുന്നത് പോലെ ചെയ്യുന്നുണ്ട്. വന്ന് കാര്യങ്ങൾ ഇതിന് മുമ്പ് എപ്പോഴെങ്കിലും ക്ഷേത്രത്തിന് മുമ്പ് വർഷം അത് ഞാനൊക്കെ ഇവിടെ ഞാൻ 20-25 വർഷമായുള്ളൂ ഇവിടെ വന്ന് താമസിച്ച്. ഇപ്പം ഞാൻ ഇവിടുത്തെ സെക്രട്ടറിയാണ്. അപ്പം അതിന് പണ്ടെപ്പോഴും ഒരിക്കൽ ഇതുപോലെ ഇവിടെ നടത്തുന്നുണ്ടെന്ന് പറയുന്നത് അല്ലാതെ ഇങ്ങനെ ഒരു രീതിക്ക് ഇതുവരെ ഇവിടെ സംഭവിച്ചിട്ടില്ല. നമ്മൾ ഉത്സവം കഴിഞ്ഞിട്ട് പോലും 3, 4, 5 ദിവസം ഇതുപോലെ നട അടച്ചിടുന്ന സാഹചര്യമുണ്ട്. പക്ഷെ എന്നിട്ടും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഇത് നമുക്കും എല്ലാം ഒരു ഷോക്കായിപ്പോയി. കാരണം വലിയ ഇതാണ് നടന്നിരിക്കുന്നത്. കാരണം ശ്രീകോവിൽ ഉൾപ്പെടെ തുറന്നിട്ടുണ്ട്. ശ്രീകോവിലിൻ്റെ പൂട്ടുൾപ്പെടെ കട്ട് ചെയ്ത് അകത്തിരിക്കുന്ന കാണിക്കവഞ്ചിയിൽ നിന്നാണ് ക്യാഷ് നഷ്ടപ്പെട്ടത്. ബിനിൽ, നോക്കണം, ക്ഷേത്രത്തിലുള്ള എല്ലാം കുത്തി തുറന്നിട്ടാണ് മോഷ്ടിച്ചിട്ടുള്ളത്. ആദ്യം ഈ കള്ളൻ കയറിയിട്ടുള്ളത് ഈ ക്യാമറ ഇരിക്കുന്ന ഈ റൂമിലേക്കാണ്, DVRലേക്കാണ്. അതെടുത്തിട്ടാണ് ആദ്യം പോയിരിക്കുന്നത്. അതിനുശേഷം ഈ ശ്രീകോവിലേക്ക് കയറി ശ്രീകോവിലിൽ നിന്ന് കാണിക്കവഞ്ചി ഉൾപ്പെടെ എടുക്കുന്നു. അതിന് പിന്നാലെ ഓഫീസ് കുത്തി തുറക്കുന്നു. എല്ലാ വാതിലുകളും കട്ടർ ഉപയോഗിച്ച് മുറിച്ചിട്ടിട്ടുണ്ട്. പൂട്ടൊക്കെ പൊളിച്ചിട്ടിട്ടുണ്ട്. അങ്ങനെയാണ് കൃത്യമായി മോഷണം നടത്തിയിരിക്കുന്നത്. എന്തായാലും ആളുകളൊക്കെ ഈ ക്ഷേത്രത്തിൽ ഇത്രയും, അതായത് ഈ ക്ഷേത്രത്തിന് ചുറ്റുമൊക്കെ നിറയെ വീടുകളും ആൾപെരുമാറ്റവും ഒക്കെ ഉള്ള സ്ഥലമാണ്. അവിടെയാണ് ഇത്തരത്തിൽ രാത്രിയിൽ ഇങ്ങനെ ഒരു മോഷണം നടത്തിയിരിക്കുന്നത്. എന്തായാലും ആരാണ് മോഷ്ടിച്ചത് എന്നറിയാൻ വേണ്ടി തൊട്ടടുത്തുള്ള വീടുകളിലേക്കുള്ള CCTV ക്യാമറകൾ ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസിന്റെ പരിശോധന തുടരുകയാണ്. ഇപ്പോൾ കാണിക്കവഞ്ചി, CCTVയുടെ DVR അടക്കം മോഷ്ടിച്ചിരിക്കുന്ന കള്ളൻ എന്തായാലും മുൻകൂട്ടി പദ്ധതി ഇട്ടതിന് ശേഷം, കൃത്യമായി പരിസരം അറിഞ്ഞതിന് ശേഷമായിരിക്കും ഈ മോഷണം നടത്തിയത് എന്നുള്ള സംശയം ഉൾപ്പെടെ പോലീസിന് ഉണ്ടാകുമായിരിക്കും. അഞ്ജു ജയപ്രകാശാണ് അവിടെ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.